ആ ഫോറസ്റ്റുകാരൻ ഞാൻ ഇരുട്ട വിളക്കൊക്കെ വിളിച്ചതാ. ഇപ്പൊ വരാന്ന് പറയുന്നത് ഇപ്പോഴും എത്തും തോന്നുന്നില്ല. 24 മണിക്കൂറും വെള്ളമടിച്ച് തല ഏതാ ചെവിടാന്നറിയാൻ വയ്യാത്ത കാലനാ. എന്റെ ഈശ്വരാ, ഇവനെയൊക്കെ ഫോറസ്റ്റ് എടുത്ത് എന്നെ പറഞ്ഞാൽ മതിയല്ലേ. ഇവനെ ഞാൻ എപ്പോ എടുത്തരാ ഫോറസ്റ്റില്? ഞാൻ എന്തൊക്കെ വിളിച്ച് പറയുന്നത്? എന്റെ ദൈവമേ, അയ്യോ. അത് വനജനഗണത്തില് എന്തൊരു തുന്തരവാണത് കേള്. ആവശ്യത്തെ കാര്യങ്ങൾ വിളിച്ചു പറയരുത്. എന്റെ പൊന്നു സാറേ, ആന കിണറ്റിൽ പോയേ. ആന കിണറ്റിലല്ലേ പോയത്, അല്ലാതെ ആന ഗൾഫിലൊന്നും അല്ലല്ലോ പോയത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ ആനയെ കെട്ടി നടക്കുന്ന പരിഹാരം കണ്ടേ പറ്റൂ. ഹരിഹരൻ വന്നിട്ട് എന്ത് ചെയ്യാനാ? ഏത് ഹരിഹരൻ? പാട്ടുകാരൻ ഹരിഹരൻ. ഹരിഹരനല്ലെന്ന്, ഇതിന് പരിഹാരം കാണണമെന്ന്. എടി മോളെ, നീ ആനമയക്ക് വെടിവെക്കുകാരെ ആനമയക്ക് വെടിവെപ്പുകാരൻ നീ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. അവനെ ഞാൻ വിളിച്ചിട്ടുണ്ട്. അവൻ വന്നു കഴിഞ്ഞാൽ ഈ കിണറ്റിൽ കിടക്കുന്ന ആനയെ മയക്ക് വെടിവെച്ച് പുഷ്പം പറിക്കുന്ന ഒരു ലാഭത്തോടെ എന്റെ മോളെ കയ്യിൽ വെച്ച് തരും. പുഷ്പം പറിക്കുമ്പോൾ എടുത്ത് തരാൻ ഇതിനകത്ത് കൊമ്പനാനെ അല്ലാതെ കുഴിയാനല്ല എടുത്ത് കയറ്റി തരാനായിട്ട്, കേട്ടോ? അല്ല സാറേ, ഞാനതല്ല ആലോചിക്കുന്നത്. ഇത് ഏത് വഴിക്ക് ഈ പുല്ലൊന്നും ഇതിനകത്ത് ഇവിടെ ചാടി? ഇതിനകത്ത് ഇത് വന്നത് ആനത്താര വഴിയായിരിക്കും. ആനത്താര? അതെന്തോന്ന്? ഈ ആന വരുന്ന വഴിയാണ് ആനത്താര. അപ്പൊ പുലി വരുന്ന വഴിയോ? പുലിത്താര. അപ്പൊ സിംഹം വരുന്ന വഴിയോ? സിംഹത്താര. അങ്ങനെയാണെങ്കിലോ ഇല്ല കിടക്കുന്ന വഴി അത് ഏത് താരയാ? അത് ബോലോത്താര. ബോലോത്താര? ആ, ദേലർ മഹിന്ദി ഗാനമേളം കഴിഞ്ഞ് പോയ വഴിയാണ് ബോലോത്താര. കേട്ടിട്ടില്ല? ബോലോത്താര. ഇത് എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. ഇത് എങ്ങനെ വന്ന് വീണത് ഈ കിണറ്റി? എന്തോ ഇത് ഏത് സമയത്ത് വീണതെന്ന്? എന്റെ പൊന്ന് ചേട്ടാ, ഞാന് രാത്രി 12:30-1 മണിയായി കാണും. ഒരു 1:30 മണിയാകുമ്പോഴത്തേന് രാത്രി ഞാൻ നല്ല ഉറക്കം. ഞാൻ നല്ല ഉറക്കം കേട്ട സമയത്ത് പുറകിൽ നിന്ന് പറോന്നൊരു ശബ്ദം. ആഹാരം കഴിച്ച് ഉറങ്ങുന്നതിന് മുമ്പ് ഗ്യാസിന്റെ ഒരു ഗുളിക കഴിച്ചെങ്കിൽ ഈ പറോന്നുള്ള വിളി അങ്ങ് ഒഴിവാക്കാറുന്നല്ലോ. ഈ ആന എന്തിനാണ് ചിഹ്നം വിളിക്കുന്നത്? ഈ ആന എന്തിനാണ് ചില ചിഹ്നം വിളിക്കുന്നത്? ആനയ്ക്ക് ശങ്കടുത്തോ ചൂതാൻ പറ്റുമോ? എന്റെ പൊന്ന് സാറേ, ഞാൻ ഈ വീട്ടിൽ ഒറ്റയ്ക്കുള്ള അറിയാവോ? ആര് പറഞ്ഞു? ഞാൻ ഇതിലേക്കൂടെ പോയപ്പോ നിന്റെ ബന്ധുവിന്റെ ഒരു മോൻ ഇവിടെ ഉണ്ടായിരുന്നില്ല, വെളുത്ത് തുടുത്തൊരു സുന്ദര കുട്ടപ്പ, ഒരു മുടിയിൽ ചെമ്പിച്ച കളറൊക്കെ അടിച്ച പയ്യൻ. എന്റെ ആങ്ങളയുടെ മോൻ. ഉള്ള ആടിന്റെ കഴുത്തിൽ കയറ് കുരുങ്ങിയെന്ന് തോന്നുന്നു. ആടല്ല, ഞാനല്ല, വെള്ളിയാഴ്ച കാര്യം പറയടി. എന്റെ ആങ്ങളയുടെ 100 തവണ ഞാൻ അവന്റെ കാലിന്റെ തലേ കൈവച്ച് പറഞ്ഞു, പൊന്നുമക്കളെ ഒറ്റയ്ക്ക് കാട്ടി പോവല്ലേ എന്ന്. കൊച്ചിനെ പുലി പിടിച്ചാലല്ലെന്ന്. എടാ, വേട്ടക്കാരന്മാരിലൂടെ പേർഷ്യൻ പൂച്ചെന്ന് പറഞ്ഞിട്ട് കൂട്ടിനകത്ത് ഇട്ടോണ്ട് പോയെന്ന്. പോയ വഴിക്ക് മാവോ എന്നുള്ള കരച്ചില് മാത്രം. വനജ മാവോ നല്ല ചെറുക്കം വിളിച്ചത് പ്രാണാശാർത്ഥം നിന്റെ മോനല്ലേ, അപ്പൊ വിളിച്ചായിരിക്കും. ഏതായാലും പട്ടിണിയെടുത്ത് ചാവാൻ അവനങ്ങ് പോയല്ലേ. ഈശ്വരാ, ഇപ്പൊ ഏതെങ്കിലും പണക്കാരന്റെ വീടിന്റെ അടുക്കള പുറത്ത് മീൻ മുള്ളും ചവച്ചോണ്ട് കിടക്കുമായിരിക്കുവേ.